അവനവന് ഇഷ്ടപ്പെട്ട പാർട്ടി. ഹാവൽസ്, ഓരോ ലൈറ്റിലും ഡിലൈറ്റ്. വൈദികർക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് KLCA ഫോർട്ട് കൊച്ചി മേഖല പാതയോര പ്രതിഷേധം നടത്തി. ചെല്ലാനം പഞ്ചായത്തിലെ തീരദേശ ജനത അനുഭവിക്കുന്ന കടലാക്രമണ ഭീഷണിക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊച്ചി, ആലപ്പുഴ രൂപതകളിലെ വൈദികരുടെ നേതൃത്വത്തിൽ സമാധാനപരമായി നടത്തിയ ഉപവാസ സമരത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസ് ഉടൻ പിൻവലിക്കണമെന്ന KLCA ഫോർട്ട് കൊച്ചി മേഖലാ സമിതി നടത്തിയ പാതയോര പ്രതിഷേധത്തിൽ ആവശ്യപ്പെട്ടു. പാതയോര പ്രതിഷേധ സമരം KLCA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജെറി ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു. സമാധാനപരമായി സമരം ചെയ്തവർക്കെതിരെ വ്യാജ കുറ്റം ചുമത്തി കേസെടുത്ത പോലീസ് നടപടി പ്രതിഷേധാർഹമാണെന്നും പോലീസ് സത്യസന്ധമായ അന്വേഷണം നടത്തിയാൽ ഇവർക്കെതിരെ ചുമത്തപ്പെട്ട കുറ്റം വ്യാജമാണെന്ന് തെളിയുമെന്നും അങ്ങനെ കേസ് അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജെറി ജെ തോമസ് പറഞ്ഞു. സമാധാനപരമായി സമരം ചെയ്ത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരെ അറിയിക്കുക എന്നുള്ളത് അതാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19. സംസാര സ്വാതന്ത്ര്യം, ആശയവിനിമയ സ്വാതന്ത്ര്യം. അങ്ങനെ ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ആരുടെയെങ്കിലും മറ്റു അവകാശങ്ങളെ തകർക്കരുത്, അല്ലെങ്കിൽ തടുക്കരുത്. ഇവിടെ നടന്ന സമരത്തിൽ ആരുടെ എന്ത് അവകാശമാണ് തടുത്തത്? പോലീസിന് FIR ഇടാൻ വേണ്ടി ആരാണ് പരാതി തന്നത്? ആരും പരാതി തന്നിട്ടില്ല. ഇവിടെ പറഞ്ഞതുപോലെ വഴി തടസ്സപ്പെടുത്തിയതിന് കേസുകൾ എടുക്കാനാണെങ്കിൽ ഒന്നാം പ്രതികളായി ഇവിടെ വരേണ്ടത് PWD ഉദ്യോഗസ്ഥരായിരിക്കും, അല്ലെങ്കിൽ റോഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉദ്യോഗസ്ഥരായിരിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ അങ്ങനത്തെ പല അധികാരികളുമാണ് ഇവിടുത്തെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടുക്കുന്നതിന് തടസ്സപ്പെടുത്തുന്നതിന് പ്രതികളായിട്ട് വരേണ്ടത്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? ഞങ്ങൾക്ക് കിടക്കാൻ വീടില്ല, ഞങ്ങളുടെ വീട് വെള്ളത്തിനടിയിലാണെന്ന് പറയാൻ അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകൾക്ക് അഭിവാദ്യം ചെയ്യാൻ വന്ന ജനങ്ങളെ, ആ ജനങ്ങള് റോഡിലൂടെ അല്ലാതെ എങ്ങനെ വരും? അവര് വന്നപ്പോ അവരുടെ എണ്ണം കൂടുതലായപ്പോ അത് നിയന്ത്രിക്കാൻ കഴിയാതിരുന്ന പോലീസ്, അത് നിയന്ത്രിക്കാൻ നടപടി എടുക്കാതിരുന്ന പോലീസ്, ഇങ്ങനെ വരുമെന്ന് മുൻകൂട്ടി അറിയിപ്പ് ലഭിച്ചിട്ടും അത് കണക്കിലെടുക്കാതിരുന്ന പോലീസ് ആരെയോ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ അറിഞ്ഞത് ഏതോ ഒരു ഉദ്യോഗസ്ഥൻ വന്നപ്പോ അദ്ദേഹത്തിന് പോകാൻ പറ്റാതെ വന്നപ്പോ കേസെടുക്കാൻ നിർദ്ദേശിച്ചു എന്നാണ്. നിങ്ങൾ ഉദ്യോഗസ്ഥർക്ക് പോകാനുള്ളതല്ല ഈ നാട്. നിങ്ങൾ ഉദ്യോഗസ്ഥർ ആളുകളുടെ സേവകന്മാരാണ്. നിങ്ങൾ അങ്ങനെ പോകാനാണെങ്കിൽ, നിങ്ങൾ അത്രയ്ക്ക് ശുഷ്കാന്തി കാണിക്കാനാണെങ്കിൽ നിങ്ങൾ ആദ്യം പോകേണ്ടത് ഈ കണ്ണമാലിയുടെ കടപ്പുറത്താണ്. നിങ്ങളുടെ ശുഷ്കാന്തി അവിടെയാണ് കാണിക്കേണ്ടത്. KLCA ഫോർട്ട് കൊച്ചി മേഖലാ പ്രസിഡന്റ് ലിനു തോമസ് അധ്യക്ഷത വഹിച്ചു. കൊച്ചി രൂപത ഡയറക്ടർ ഫാദർ ആന്റണി കുഴിവേലിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ആവശ്യപ്പെട്ടത് തെറ്റാണോ? ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ അരൂര് ഉയരപ്പാത നിർമ്മിക്കുന്ന സ്ഥലത്ത് കൂടി കടന്നു പോയി കഴിഞ്ഞാൽ നിരന്തര ബ്ലോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. വണ്ടികളെല്ലാം വഴിയിൽ കിടക്കുകയാണ്. ഒരു 1/2 കിലോമീറ്റർ താണ്ടുന്നതിന് മണിക്കൂറുകൾ എടുക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ വഴി ബ്ലോക്കാണ്. ആർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്? സഞ്ചാരം തടസ്സപ്പെട്ടത് ആർക്കെതിരെയെങ്കിലും കേസെടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അവിടെ ജനം അതെല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്നത് എന്താ? അതിൽ നന്മയുണ്ട് എന്ന് ഉള്ളത് കൊണ്ടല്ലേ. അപ്പൊ ഈ സമരത്തിന് ഉപവാസ ധർണയ്ക്ക് പിന്നില് ഒരു നന്മയുണ്ട് എന്നുള്ള തിരിച്ചറിയുവാൻ രൂപത പ്രസിഡന്റ് പൈലി അലങ്കൽ, രൂപത ട്രഷറർ ജോ പുളിക്കൽ, മേഖലാ സെക്രട്ടറി മെൽവിൻ ജോസഫ്, ബെന്നി ജോസഫ്, വിദ്യ ജോജി, KV മാത്യു, KP സേവ്യർ, ഉഷ ആന്റണി, സുഷമ ആന്റണി, നീതു ഷെയ്ജു, ബെനഡിക്ട് റാഫേൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.